Lord Jesus. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ നന്ദി. യേശുവേ നന്ദി. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 3-ാം തിരുലിഖിതം. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. ഇന്ന് ഈ വചന ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന ദൈവമക്കൾ അവരവരുടെ ഹൃദയങ്ങളിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ഓരോ നിയോഗങ്ങളും, ഈ തുടർന്ന് വരുന്ന ശുശ്രൂഷകളും, ഈ മണിക്കൂറുകളുടെ എല്ലാ അധ്വാനങ്ങളും വലിയ ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങളായി രൂപാന്തരപ്പെടാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് സമർപ്പിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. കുട്ടികളും മുതിർന്നവരും എഴുന്നേറ്റ് നിൽക്കുക. ഈ രോഗികൾ തീരെ എഴുന്നേൽക്കാൻ പറ്റാത്ത ഒഴിച്ച് എല്ലാ ആളുകളും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ. ഏറ്റു പറയാത്തവർ ഇപ്പോൾ അതരം തുറന്ന് ഏറ്റു പറഞ്ഞ് അച്ഛൻ്റെ കൂടെ ഇപ്പോൾ ഏറ്റു പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കണം. ഇത് വെറുതെ ഒരു കാഴ്ചക്കാരനെ പോലെ ഇരിക്കരുത്. ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി താമസിച്ചൊരു ധ്യാനം കൂടുമ്പോൾ എങ്ങനെ സീരിയസ് ആയി ദൈവവചന ശുശ്രൂഷ പങ്കുചേരുമോ അതേപോലെ അതിൻ്റെ പരിശുദ്ധിയോടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ, ഈ വചന ശുശ്രൂഷയിൽ പ്രിയ ദൈവവചനമേ പങ്കുചേരുക. അതിനെ തുറന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ പ്രതീക്ഷകളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ലക്ഷോപലക്ഷം വരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരെല്ലാ പ്രതീക്ഷകളും പൂവണിയാൻ അവിടുന്ന് ഇടപെടണമേ. സ്ലീഹന്മാരെ നയിച്ചതുപോലെ ആദിമസഭയെ അഭിഷേകം ചെയ്തതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഈ ശുശ്രൂഷകളെയും അഭിഷേകം ചെയ്യണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കട്ടെ. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എല്ലാവരും പരിശുദ്ധാത്മാവിനെ വിളിക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. കുട്ടികളും മുതിർന്നവർ പരിശുദ്ധാത്മാവിനെ വിളിക്കുക. വിശ്വാസത്തോടെ വിളിക്കുക. പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരെ പൂരിതമാക്കിയ പരിശുദ്ധാത്മാവേ, പൂരിതരാക്കിയ പാവനാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരെ പൂരിതരാക്കിയ പാവനാത്മാവേ, ജ്ഞാനവും ഉണർവും ശക്തി വിവേകവും അവിടും നേകണമേ. ഞങ്ങളെ പഠിപ്പിക്കണമേ. ജ്ഞാനവും ഉണർവും ശക്തി വിവേകവും അവിടും നേകണമേ. ഇരു കരങ്ങൾ ഉയർത്തി ആത്മാവിനെ അയക്കേണമേ. എന്നകദാരിത ഒരുമിച്ച് ആത്മാവിനെ അയക്കേണമേ. എന്നകദാരിത പരിശുദ്ധാത്മാവേ, കൃപകൾ ചൊരിയണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. കൃപകൾ ചൊരിയണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ആരാധന, ആരാധന. കർത്താവേ, ഈ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, വചനം കേൾക്കാനുള്ള തടസ്സങ്ങൾ കർത്താവെ എടുത്തു മാറ്റണമേ. വിശ്വാസം മങ്ങിപ്പോയ ഹൃദയങ്ങളിലേക്ക് ഒരു പുതുജീവൻ നൽകണമേ. സാത്താൻ പീഡിപ്പിക്കുന്ന ആത്മാക്കൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന.
നിത്യരക്ഷ നഷ്ടമായ വിധത്തിൽ അന്ധകാരത്താൽ ബന്ധിക്കപ്പെട്ട ആത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ആരാധന, 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 ആരാധന. കർത്താവേ, ഈ ശുശ്രൂഷകളിൽ പങ്കുചേരാൻ പറ്റാത്ത വിധം പലകാര്യ വ്യഗ്രതകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ ഇപ്പോൾ വിടുതൽ പ്രാപിച്ച് ദൈവവചനം കേൾക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കുഞ്ഞുങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. നല്ല ശ്രദ്ധ കൊടുക്കണമേ കർത്താവേ. ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ കുട്ടികളെയും അച്ഛൻ പ്രത്യേകം ഒന്ന് അഭിവാദനം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ആദ്യമായിട്ട് ലോകത്തിൽ ഇന്ന് ആദ്യമായിട്ട് പങ്കുചേരുന്നവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അച്ഛൻ പ്രത്യേകം അഭിവാദനം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലതരത്തിലുള്ള രോഗങ്ങളും ക്ഷീണങ്ങളും ഉള്ളവരെയും അച്ഛൻ പ്രത്യേകം അഭിവാദനം ചെയ്യുന്നു. എല്ലാ രോഗികളെയും ക്ഷീണിതരെയും ദുഃഖിതരെയും കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ നിന്ന് തൊട്ട് അനുഗ്രഹിക്കുന്നു. ഈശോയുടെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ഇതുപോലുള്ള ശുശ്രൂഷകളിൽ ഒരു ആശീർവാദം സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ ഒരു വൈദികന്റെ ആശീർവാദം ഒരു കുടുംബത്തിന്റെ മേൽ അയക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ മേൽ അയക്കുമ്പോൾ, ഒരു കുട്ടിയെ ആശീർവദിക്കുമ്പോൾ സ്വർഗം എങ്ങനെയാണ് ആ ഒരു പ്രവൃത്തിയെ കാണുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച എനിക്ക് ലഭിച്ച ദൈവവചന ഭാഗം സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായത്തിലെ 23 മുതൽ 27 വരെയുള്ള തിരുലിഖിതങ്ങളിലാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹറോനോടും പുത്രന്മാരോടും പറയുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ജനത്തെ അനുഗ്രഹിക്കണം. സർവശക്തനായ ദൈവത്തിന്റെ ഉള്ളിലൊരു ആഗ്രഹം. അഹറോൻ എന്ന് പറഞ്ഞ ആരാ? ദൈവം സ്വർഗത്തിന്റെ ഉന്നതമായ പൗരോഹിത്യം ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തി. അഹറോനും അഹറോന്റെ ശുശ്രൂഷകൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടി വഴി ദൈവം പൗരോഹിത്യം ഏൽപ്പിച്ചു കൊടുത്ത്, അങ്ങനെ പൗരോഹിത്യം ഏറ്റുവാങ്ങിയ ഈ അഹറോനും അഹറോന്റെ മക്കളും, അങ്ങനെ പിന്തുടർച്ച തലമുറയുള്ള പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവർ, അവർ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനത്തിൽ ദൈവം ആ ആഗ്രഹം വെളിപ്പെടുത്തുകയാണ്. അവർ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം. ഇനി എങ്ങനെയാണ് അനുഗ്രഹിക്കേണ്ടത് എന്നും കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കട്ടെ. ഇതാണ് കർത്താവിന്റെ ആഗ്രഹം. അഹറോനും മക്കളും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവർ കർത്താവായ ദൈവത്തിന്റെ നാമം ഒരു ആശീർവാദം വഴി ജനത്തിന്റെ മേൽ ഉറപ്പിക്കണം, കുടുംബങ്ങളുടെ മേൽ ഉറപ്പിക്കണം, ആ വംശത്തിന്റെ മേൽ ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിച്ചാൽ എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് എന്നും തിരുലിഖിതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇതിന്റെ അനുഗ്രഹം വെച്ചിട്ടുണ്ട്. വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അനുഗ്രഹിക്കുന്നവനെ ഞാനും അനുഗ്രഹിക്കും. ഇപ്പോൾ പൗരോഹിത്യമുള്ളൊരു വ്യക്തി, ഒരു കടബാധ്യതയുള്ള വ്യക്തിയെ അനുഗ്രഹിക്കുക എന്ന് വിചാരിക്കുക, കടബാധ്യത മാറിപ്പോകട്ടെ. കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളുടെ വാക്ക് നൽകിയിരിക്കുകയാണ്, അപ്പോൾ ഞാനും അവനെ അനുഗ്രഹിക്കും. കടബാധ്യത മാറിപ്പോകട്ടെ, അനുഗ്രഹിക്കും. ഇതൊരു വലിയ ആത്മീയ സത്യമാണ്. പുരോഹിതന്റെ ആശീർവാദം, ഒരു വൈദികന്റെ ആശീർവാദം, അതിന് ദൈവം ഉന്നതമായ വില കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ദൈവവും വന്ന് ആ വ്യക്തിയെ ബ്ലസ് ചെയ്യും. ഇത് ഇന്നും പ്രസക്തമാണ്.
ഒരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ വലിയൊരു കൺവെൻഷൻ 2012 ഏപ്രിൽ മാസം 15 മുതൽ നടക്കുകയുണ്ടായി. ആ കൺവെൻഷനിൽ പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ ആ അതിഗംഭീര കൺവെൻഷനിൽ സ്റ്റേജിൽ ഇതാ ഒരു ദൈവ പൈതൽ വന്ന് ആ ദൈവ പൈതലിന്റെ അനുഭവം അങ്ങോട്ട് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് നേരിട്ടൊന്ന് ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് റാണി ജോസഫ്, സ്ഥലം പുത്തൻകുരുട്ടി ഇടവകയാണ്. എൻ്റെ വയറിൻ്റെ മസിൽ 10 വർഷമായിട്ട് പൊട്ടിയിരിക്കുകയായിരുന്നു. എൻ്റെ പ്രസവത്തോടുകൂടി സംഭവിച്ചതാണ്. എൻ്റെ മോൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ വയറിൻ്റെ മസിൽ പൊട്ടി ഇങ്ങനെ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറ് പോലെ എൻ്റെ വയർ വീർത്തിരിക്കുകയായിരുന്നു. എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളായിരുന്നു. കുനിയുവാനോ ജോലി ചെയ്യുവാനോ കിടക്കുവാനോ ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ വയറെ തൊട്ട് നോക്കിയാൽ അകത്തോട്ട് കൈ ഇറങ്ങിപ്പോകുന്ന പോലെ ഈ തൊലിയുടെ ബലത്തിൽ മാത്രമാണ് വയറ് നിന്നിരുന്നത്. വളരെയധികം സഹനങ്ങളായിരുന്നു. നടുവിന് വേദനയും ജോലി ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. 2011 മാർച്ച് മാസത്തെ 20-ാം തീയതി ധ്യാനത്തിൽ അട്ടപ്പാടിയിൽ പോയി താമസിച്ച് ധ്യാനിക്കുവാൻ എനിക്ക് ദൈവം ഇടവരുത്തി. അവിടെ വെച്ച് 2 ദിവസത്തിന് ശേഷം ജോയി അച്ഛൻ എന്ന അച്ഛൻ അവിടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവിടെ ചെന്നു. എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, ഈശോ സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അച്ഛൻ എനിക്ക് തന്ന ആ വെഞ്ചരിച്ച എണ്ണ കഴിക്കാൻ പറഞ്ഞു. ഞാൻ കഴിച്ചു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും അനുഭവപ്പെട്ടില്ല. ഞാൻ എൻ്റെ സീറ്റിൽ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു വലിയ ഭാരം പോയതുപോലെ അനുഭവപ്പെട്ടു. ഞാൻ എൻ്റെ വയറിൽ തൊട്ട് നോക്കിയപ്പോൾ ഒരു വലിയ ബോളിനകത്ത് കാറ്റ് പോയതുപോലെ വയറ് പൂർവ്വസ്ഥിതിയിലാകുകയും എൻ്റെ മസിലുകൾ ബലപ്പെടുത്തുകയും ചെയ്തു. എന്നെ ശക്തിപ്പെടുത്തി, എന്നെ ബലപ്പെടുത്തി, എനിക്ക് സൗഖ്യം തന്ന ദൈവത്തിന് 1000 നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹോദരി രേഖപ്പെടുത്തിയിട്ട് ഇങ്ങനെയാണ്. ഈ സഹോദരി ഒരു പ്രസവത്തെ തുടർന്ന് മസിലുകൾ പൊട്ടിപ്പോയിട്ട് ഒരു വയറിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് എന്തൊക്കെയോ കുറേ സാധനം ഇട്ട് വെച്ച മാതിരിയായിരുന്നു വയറ്. തൊട്ടാൽ അതെങ്ങനെ അതേപോലെ കടന്ന് കളിക്കുക. ഇങ്ങനെ പൂർണ്ണ ഗർഭിണിയുടെ വയറുകൾ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് കുറേ സാധനമൊക്കെ ഇട്ട് കടലാസൊക്കെ ഇട്ട് വെച്ച് ഇങ്ങനെ അതേമാതിരി ഇങ്ങനെ വയർ. അതാണ് എഴുതിയിരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് നിറച്ച് വെച്ചാൽ അങ്ങനെ അതേമാതിരിയായിരുന്നു വയറിൻ്റെ സ്ഥിതി. തൊലിയുടെ ബലം കൊണ്ട് മാത്രമാണ് അത്രയും കാലം അതേപോലെയായിരുന്നു സ്ഥിതി. ഇതൊരു മെഡിക്കൽ സയൻസിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. അങ്ങനെ ഇരിക്കുമ്പോൾ അട്ടപ്പാടിയിൽ ഒരച്ഛൻ ഒരു കൊച്ചച്ഛൻ, അതായത് പട്ടം കിട്ടിയിട്ട് ഇത്ര പ്രായമാകണം നിർബന്ധമൊന്നുമില്ല, ദൈവശക്തി പ്രകടമാകാൻ. പ്രൈസ് ദി ലോർഡ്. ഒരു കൊച്ചച്ഛൻ, ആ അച്ഛൻ വെഞ്ചിരിച്ച എണ്ണ ഒരു തുള്ളി അങ്ങോട്ട് കൊടുത്തിട്ട് യേശുവിൻ്റെ നാമത്തിൽ വയറ് ചുരുങ്ങി പോട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിച്ച് അങ്ങോട്ട് വിട്ട് സീറ്റിൽ ചെന്നിരുന്ന് നോക്കുമ്പം ഇതാ വയറ് ചുരുങ്ങി സാധാരണ മസിലിന് ബലമായി, പേശികൾക്ക് ബലമായി, സാധാരണ വയറായി. ദൈവം അനുഗ്രഹിച്ച് ഇതാരോഗ്യത്തോടെ തന്നെ ഇപ്പോഴും ഇവിടെ വന്ന് നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. നന്നായിട്ട് കൈകൾ ഉയർത്തി വീശി കൈയടിച്ച് യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിന്തിച്ചു നോക്കുക, എത്രയോ പ്രകടമായ ഒരു അത്ഭുതമാണ് ഇവിടെ കർത്താവ് ചെയ്തത്. ഒരച്ഛൻ, ജോയി അച്ഛൻ എന്ന് പേരുള്ള അച്ഛൻ, കർത്താവായ ഈശോയുടെ നാമത്തിൽ ആശീർവദിച്ച് ഒരു തുള്ളി വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച എണ്ണ ഒരു തുള്ളി വായിലേക്ക് കൊടുത്തു. ഇതാ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുകയാണ്. തൽക്ഷണം അന്നേക്ക് കർത്താവ് അങ്ങോട്ട് ഇടപെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അന്നും ഇന്നും കർത്താവ് നൽകിയിട്ടുള്ള ഒരു അത്ഭുതകരമായൊരു പൗരോഹിത്യ ബ്ലെസ്സിങ് ആണ്, ജനങ്ങളെ ആശീർവദിക്കാനുള്ള അധികാരം. എന്നിട്ട് ദിനവൃത്താന്തം 2-ാം പുസ്തകം 20-ാം വാക്യത്തിലേക്ക് വരികയാണ്. 2 ദിനവൃത്താന്തം 20:20 കർത്താവ് പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. ഇത് വിശ്വസിക്കാത്തവരായി ഒരുപാട് പേര് ലോകത്തിലുണ്ടാകും എന്ന് കർത്താവ് കണ്ട്, അതുകൊണ്ട് കർത്താവ് ഇതാ ഒരു വചനം നമുക്കായി നൽകിയിരിക്കുകയാണ്. 2 ദിനവൃത്താന്തം 20:20 നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും.
അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഒരു വൈദികൻ ആശീർവദിക്കുമ്പോൾ, ഒരു വൈദികൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അതിന് വില നൽകുന്നുണ്ട്. ആ വൈദികന്റെ വാക്കുകൾക്ക് സ്വർഗം വില നൽകുന്നുണ്ട്. ഞാനൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇതാ പാലായിൽ നിന്നുള്ള ഒരു അമ്മച്ചി, ഒരു സഹോദരി, അദ്ദേഹത്തിന്റെ അനുഭവം നമ്മളോട് പങ്കുവെക്കുകയാണ്. എൻ്റെ പേര് ഏലമ്മ ചാക്കോ. കുറവലങ്ങാട് നിന്നാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. 28 വർഷം മുമ്പ് ശ്രീ ചിത്രയിൽ എൻ്റെ ചെവിയുടെ അരികെ ഉണ്ടായിരുന്ന വലിയ ഒരു പരു ഓപ്പറേഷൻ നടത്തി എടുത്തു കളഞ്ഞു. അതിനുശേഷം വീണ്ടും മോണയും പഴുപ്പും നീര് വന്നു വീർത്തുകൊണ്ടിരുന്നു. ചികിത്സകൾ ചെയ്ത് മടുത്തു. ഒടുവിൽ പല്ലെല്ലാം എടുക്കാൻ പറഞ്ഞ പ്രകാരം പല്ലുകളെല്ലാം എടുത്തു കളഞ്ഞു. എന്നിട്ട് വലിയ കുറവൊന്നും ഉണ്ടായില്ല. വീണ്ടും പഴുപ്പും നീരും വന്നുകൊണ്ടിരുന്നു. അതിനുശേഷം കവിളിലും മോണയുടെ ഭാഗത്തുമെല്ലാം പഴുപ്പ് വ്യാപിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാലായിൽ ഭരണങ്ങാനത്ത് വെച്ച് അഭിഷേകാഗ്നി കൺവെൻഷൻ നടന്നത്. അട്ടപ്പാടിയിൽ നിന്നുള്ള വട്ടായിലച്ഛനും ടീം അംഗങ്ങളുമാണ് കൺവെൻഷൻ നയിച്ചത്. അങ്ങനെ കൺവെൻഷനിൽ പ്രാർത്ഥിക്കാൻ വന്ന് രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ അച്ഛൻ്റെ വണ്ടിക്ക് ട്രാഫിക് ബ്ലോക്ക് വന്ന് തടസ്സമുണ്ടായി. അങ്ങനെ വഴിയിൽ വണ്ടി കിടക്കുമ്പോൾ അതിൻ്റെ അരികെ ഞാൻ ഉണ്ടായിരുന്നു. അച്ഛൻ വണ്ടിയുടെ ചില്ല് താഴ്ത്തി എന്നെ അനുഗ്രഹിച്ച് കൈകൾ നീട്ടി നെറ്റിയിൽ കുരിശ് വരച്ചു. 30 ദിവസത്തിനകം അമ്മച്ചിയുടെ ദുഃഖത്തിൽ കർത്താവ് ഇടപെടും എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, 7 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ 28 വർഷമായ രോഗബാധ എന്നെ വിട്ടുപോയി. എൻ്റെ മോണയും എൻ്റെ വായും പരിപൂർണമായി സൗഖ്യം പ്രാപിച്ച് പിന്നീട് ഇന്ന് വരെ ആ രോഗം എന്നെ അലട്ടിയിട്ടില്ല. മാത്രമല്ല 17 ലക്ഷം കടമുണ്ടായിരുന്ന എൻ്റെ കുടുംബത്തിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കടബാധിത ബന്ധനം അഴിഞ്ഞു. കടം വീട്ടാനുള്ള വഴികൾ തുറക്കപ്പെട്ടു. കടമെല്ലാം വീട്ടി. ഇന്ന് കർത്താവ് വലിയ സമാധാനം ഞങ്ങളുടെ കുടുംബത്തിൽ നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമ്മച്ചി ഈ കാര്യം എഴുതുന്നത് മാത്രമല്ല, ഇത് പറയാൻ വേണ്ടി പാലായിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെ എത്തി ഈ കാര്യം നേരിട്ട് ബോധിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരൻ നോക്കുക, വഴിയിൽ വണ്ടിയുള്ള ട്രാഫിക് ബ്ലോക്കായി കിടക്കുമ്പോൾ ഈ അമ്മച്ചി വണ്ടിയുടെ തൊട്ടടുത്തിരിക്കുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള അമ്മച്ചിയാണല്ലോ, ഞാൻ വേഗം ചില്ല് തുറന്ന് ഒന്ന് കൈകൾ നീട്ടി ആശീർവദിച്ച് തലയെടുത്ത് കുരിശ് വരച്ച് അനുഗ്രഹിച്ച് ജനങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ 1 മിനിറ്റ് കർത്താവ് ഇടപെട്ട് 28 വർഷമായ ദുഃഖത്തിന് ഒരു പരിഹാരം കൊടുത്ത് അനുഗ്രഹിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ഞാൻ എഴുതുന്നത്. ഷാലോം ടിവിയിലെ ഞായറാഴ്ച തോറുമുള്ള അഭിഷേകാഗ്നിയുടെ സ്ഥിരം പ്രേക്ഷകരാണ് ഞങ്ങൾ. 2011 അട്ടപ്പാടിയിൽ നടന്ന ഒരു ദിവസത്തെ ധ്യാനത്തിൽ പങ്കുചേരാൻ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അവിടെ ആ ധ്യാനത്തിന്റെ സമാപനത്തിൽ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ നിയോഗങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കടലാസിൽ എഴുതി ഇവിടെ വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഇടുക, അച്ഛൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. വർഷങ്ങളായി എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു കാർ വാങ്ങണമെന്ന്. ഞാൻ ആ ആഗ്രഹം എഴുതി ആ ബക്കറ്റിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ കർത്താവായ യേശുവിന്റെ നാമത്തിൽ വിശുദ്ധ ജലം തളിച്ച് ആ ബക്കറ്റിലുള്ള എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആശീർവദിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങൾ പ്രാർത്ഥന എഴുതിയിടുമ്പോൾ ഒരു പൈസ പോലും കയ്യിലില്ലാത്ത സ്ഥിതിയിലായിരുന്നു എഴുതിയിട്ടത്. എന്നാൽ 1 വർഷം പോലും തികയേണ്ടി വന്നില്ല. ഒരു പുത്തൻ കാറ് നൽകി കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഇന്ന് കാറിലാണ് ദേവാലയത്തിലേക്ക് പോകുന്നതും ധ്യാനത്തിന് പോകുന്നതും ടൗണിൽ പോകുന്നതും ജോലിക്ക് പോകുന്നതും എല്ലാം കർത്താവിന് കോടാനുകോടി നന്ദി പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷങ്ങളായ ഒരു ആഗ്രഹം, ഒരു കാറ്, അല്ലെങ്കിൽ ഒരു ആഗ്രഹം, ഒരു ജോലി, ഒരു വീട്, കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിച്ചപ്പോൾ ദൈവം ബ്ലസ് ചെയ്ത അനുഭവങ്ങളല്ലേ ദൈവമക്കൾ നമ്മളോട് പങ്കുവെച്ചത്? അതാണ് 2 ദിനവൃത്താന്തം 20:20. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 5-ഉം 6-ഉം തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും
ഈ വീടിന് സമാധാനം എന്ന് ആശംസിക്കണം. സമാധാനത്തിന്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരികെ പോരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നില്ല, ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നില്ല, മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്, എതിർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ആശീർവാദം തന്നാലും ശരി, അത് സമാധാനത്തിന്റെ പുത്രൻ അവിടെ ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോരുമെന്ന് സ്ലീഹന്മാരോട് ഈശോ പറഞ്ഞു വെച്ചു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഹൃദയം കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ? ഹൃദയം കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ? അനേകം ദൈവമക്കൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, അവർ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുന്നു. എഴുന്നേറ്റ് നിൽക്കാം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ദൈവീകമായ ക്രമീകരണങ്ങളെ മോശയുടെ സിംഹാസനങ്ങളിൽ അവിടുന്ന് വിളിച്ച് നിയോഗിച്ചിട്ടുള്ള ഓരോ അഭിഷിക്തനെയും ഹൃദയം കൊണ്ട് അംഗീകരിക്കാൻ അഭിഷേകം നൽകണമേ. ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, ഓ പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരെ പൂരിതമാക്കിയ പരിശുദ്ധാത്മാവേ, അപ്പസ്തോലിക സഭയെ അറിയാൻ, അപ്പസ്തോലിക സഭയുടെ പൗരോഹിത്യത്തെ അംഗീകരിക്കാൻ കൃപ നൽകണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്ലീഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരെ പൂരിതരാക്കിയ പാവനാത്മാവേ, അരുവിയേ, സ്ലീഹന്മാരെ പൂരിതരാക്കിയ പാവനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇടപെടണമേ, വിവേകവും അവിടും വ്യാപരിക്കണമേ, വ്യാപരിക്കണമേ. ജ്ഞാനവും ഉണർവും ശക്തി വിവേകവും ജ്ഞാനം നൽകണമേ. നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, അവിടും ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്പർശിക്കണമേ കർത്താവേ, അവിടും അഭിഷേകം നിറയ്ക്കണമേ കർത്താവേ. ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും പ്രകാശിപ്പിക്കണമേ കർത്താവേ. ജ്ഞാനം നൽകണമേ കർത്താവേ. ദൈവരാജ്യത്തിന്റെ വഴികളെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ തന്നെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. Come, Lord Jesus. അത്താഴമേശയിൽ അപ്പമായി മാറിയ അനന്ത സ്നേഹമേ ഈശോയേ, എന്നും നിറയുന്ന പുണ്യമല്ലേ നീ, എന്നെ നയിക്കുന്ന കാരുണ്യമേ ഈശോയേ, എൻ്റെ ഈശോയേ, ഈശോയേ, എൻ്റെ ഈശോയേ, എൻ്റെ ഉള്ളിൽ വാഴാൻ വരുമോ ഈശോയേ, ദിവ്യകാരുണ്യമേ ഈശോയേ, ദിവ്യകാരുണ്യമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ തരത്തിലുള്ള വേദനകൾ ഇരിക്കുന്നവർ തങ്ങളുടെ വേദനയുടെ നടുവിൽ എന്തു ചെയ്യണമെന്ന് കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: അനർത്ഥ കാലത്ത് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും, അവൻ എന്നെ മഹത്വപ്പെടുത്തും. ഇപ്പോൾ എല്ലാ ദൈവമക്കളും താങ്കളുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച്
എൻ്റെ യേശുവേ എന്നെ സുഖപ്പെടുത്തണമേ, എൻ്റെ യേശുവേ ഇടപെടണമേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, യേശുവേ, യേശുവേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, ഈശോയെ. ഈശോയേ, യേശുവേ, ഈശോയേ, സൗഖ്യം നൽകണമേ. എല്ലാവരും ചേർന്ന് കൈകൾ ഉയർത്തി ഒരുമിച്ച് ഈശോയേ, യേശുവേ, യേശുവേ, ഈശോയേ, സൗഖ്യം നൽകണമേ. സൗഖ്യം നൽകണമേ കർത്താവേ. ഈശോയേ, സൗഖ്യം നൽകണമേ. ഈശോയേ, സൗഖ്യം നൽകണമേ. Come, Lord Jesus.